ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിടിക്ക്. അതമ്മേ, ഞാനിപ്പോ എന്താ നിനക്ക് വയ്യേ? എന്നാ സുഖമില്ലാത്ത നിന്റെ അച്ഛനെ വിടാ, അല്ലെങ്കിൽ പണം കൊടുക്കാൻ ഞാൻ പോകാം. എനിക്കെന്തായാലും ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ബാങ്കിൽ നിന്ന് പണവും ഞാൻ എടുത്തു കഴിഞ്ഞു. സത്യഭാമയും മകനും പലിശ പണവുമായി ഇറങ്ങുകയാണെന്നുള്ള അറിയിപ്പും അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചും കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് എനിക്ക് പിന്മാറാൻ പറ്റില്ല. അല്ല, ഞാൻ പിന്മാറണോന്നല്ല അമ്മേ പറഞ്ഞേ. പെട്ടെന്ന് നമ്മളിതിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞപ്പോ എന്താ നിനക്ക് ഭയം വന്നോ? നിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണല്ലോ. നീ എങ്ങനെയായിരുന്നോ അന്ന്, അത് തന്നെയാ നീ ഇപ്പൊ ഇവിടെ ചെയ്യാൻ പോകുന്നത്. എന്താ വിഷ്ണു, നീ എന്താ പിന്നെ ആലോചിക്കുന്നത്? ഇനി ഇതിനു വേണ്ടി നിന്റെ ഭാര്യയുടെ അനുവാദം വല്ലതും ചോദിക്കണോ? നീ എന്തായിരുന്നു എന്നും എങ്ങനെയായിരുന്നു അറിഞ്ഞിട്ട് തന്നെയല്ലേ അവള് നിന്നെ കെട്ടിയത്? അതല്ല, ശാലിനി എതിര് പറയുന്നല്ല. പിന്നെ നീ ആരെയാ ഭയപ്പെടുന്നത്? എടാ, അന്ന് നമുക്ക് പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പണവും സ്വാധീനവും എല്ലാം ഉണ്ട്. ശാലിനി നമ്മുടെ കൂടെ ഉള്ളത് നമുക്കൊരു ബലം തന്നെയാ. അതൊക്കെ ശരി തന്നെയാണമ്മ. പക്ഷെ നമ്മൾ കുറെ കാലം നിന്ന് മാറിയുന്നോണ്ട് അതിന്റെ ഒരു പോരായ്മ എന്തായാലും ഉണ്ടാവില്ലേ? ആ പോരായ്മ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാടാ. നമ്മൾ പഴയതിൽ നിന്ന് തുടങ്ങണം. എന്നാലേ പഴയ പ്രതാപത്തിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ നടന്നു കയറാൻ പറ്റൂ. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്റെ മോൻ ലോറിയുടെ ടയർ ഇളക്കി മാറ്റാൻ നടു റോഡിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ അമ്മയുടെ കണ്ണിൽ നിന്ന് വന്നത് കണ്ണീരല്ല, ചൂട് ചോരയാ. പക്ഷേ അന്ന് ഈ അമ്മ മനസ്സുകൊണ്ടൊരു പ്രതിജ്ഞ എടുത്തിരുന്നു, തിരിച്ച് നമ്മുടെ പഴയ പ്രതാപകാലത്തിലേക്ക് എത്തണമെന്ന്. കാശുകൊണ്ട് കാശു വാരുന്ന ഈ മായാലോകത്തിലേക്ക് വീണ്ടും വരണമെന്ന്. അതിന് എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. എടാ, നീ ആലോചിക്കേ, പട്ടിണി കൊണ്ട് വയറ് നിറച്ച് ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണോ, അതോ സമ്പത്തുള്ള രാജ്യത്തിന്റെ രാജാവായി പട്ടുമെത്തിയിൽ ഇരിക്കണോ എന്ന്? തോമസിന് പണമേ നാളെ കൊടുത്താലും മതി. നിന്റെ തീരുമാനം എത്രയും പെട്ടെന്ന് എനിക്കറിയണം. ആലോചിക്കേ, എന്നിട്ട് മനസ്സിനെ പാകപ്പെടുത്തി മനുഷ്യനെ പോലെ ചിന്തിക്കാൻ നോക്ക്.